സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്റ്റേഷനറി കടകൾ ഉൾപ്പെടെയുള്ള സ്കൂൾ സാമഗ്രികൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകളിൽ വാണിജ്യ മന്ത്രാലയം പരിശോധനകൾ കർശനമാക്കി. സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും സാധനങ്ങളുടെയും ലഭ്യതയും അവയുടെ പകരം പരിശോധിക്കലുമാണ് ഇതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ഉൽപ്പന്നങ്ങളിൽ വില രേഖപ്പെടുത്തിയ ടാഗുകളുണ്ടെന്നും വില അക്കൗണ്ടിംഗ് ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലകളിൽ നിന്നും വ്യത്യസ്തമല്ലെന്നും ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ അറബിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുന്നതിനാണ് പരിശോധന. ഡിസ്കൗണ്ടുകൾ, പ്രമോഷനുകൾ എന്നിവ ക്രമമായി നടക്കുന്നുണ്ടെന്ന് മന്ത്രാലയത്തിന്റെ നിരീക്ഷണ സംഘം ഉറപ്പുവരുത്തുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സ്കൂൾ ഉൽപ്പന്നങ്ങളുടെ ഔട്ട്ലെറ്റുകൾ മന്ത്രാലയത്തിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും നിയമലംഘകർക്ക് പിഴ ചുമത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്ത് പടർന്നു പിടിക്കുന്ന കുരങ്ങുപനിയിൽ നിന്നും കുവൈറ്റ് മുക്തമാണെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. എംപോക്സ് വൈറസ് ബാധ രാജ്യത്തെവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പുതിയ എംപോക്സിന്റെ പുതിയ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. ആഗോളതലത്തിൽ പെട്ടെന്നുണ്ടായ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കുവൈറ്റിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾക്കെതിരെ ശക്തമായ തയ്യാറെടുപ്പാണ് രാജ്യം നടത്തുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ വൈറസിനെതിരെയുള്ള രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കുന്നതിനും പ്രാദേശിക അന്തർദേശീയ പങ്കാളികളുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സൗദിയിൽ അഴിമതി കേസിൽ നിന്നും രക്ഷപ്പെടുത്താം എന്ന് വാഗ്ദാനം ചെയ്ത് സൗദി ബിസിനസ്സുകാരനിൽ നിന്നും 10 കോടി റിയാൽ കൈക്കൂലി വാങ്ങാൻ പദ്ധതിയിട്ട റിട്ടയർഡ് കേണലിനെ സൗദി അഴിമതി വിരുദ്ധ സേന കൈയോടെ പൊക്കി. കൈക്കൂലിയുടെ ആദ്യ ഘടുവായ 3 കോടി റിയാൽ കൈപ്പറ്റുന്നതിനിടയിലായിരുന്നു ഇയാളെ അഴിമതി വിരുദ്ധ വിഭാഗമായ നസഹയുടെ ഉദ്യോഗസ്ഥർ തൊണ്ടിമുതൽ സഹിതം പിടികൂടിയത്. 3 കോടി റിയാലിന്റെ ചെക്ക് ഇയാൾക്ക് കൈമാറുമ്പോഴായിരുന്നു അറസ്റ്റ്. നേരത്തെ സ്റ്റേറ്റ് സെക്യൂരിറ്റി പ്രസിഡൻസിയിൽ ജീവനക്കാരനായിരുന്ന റിട്ടയർഡ് കേണൽ സൗദ് ഇബ്രാഹിം അൽ യൂസുഫാണ് സൗദി ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. കേണൽ അൽ യൂസുഫ് സർവീസിലായിരിക്കെ കൈകാര്യം ചെയ്യുന്ന കേസായിരുന്നു സൗദി ബിസിനസ്സുകാരൻ ഉൾപ്പെട്ട അഴിമതി കേസ്. തന്റെ സ്വാധീനം ഉപയോഗിച്ച് അഴിമതി കേസ് അവസാനിപ്പിക്കാമെന്നും പ്രതികളെയെല്ലാം രക്ഷപ്പെടുത്താമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാൾ കൈക്കൂലി വാങ്ങിയത്. ഇക്കാര്യത്തിൽ ഇയാൾക്ക് സഹായിയായി യമൻ നിവാസിയായ അംന മുഹമ്മദ് അലി അബ്ദുള്ള എന്ന സ്ത്രീയും കൂടെയുണ്ടായിരുന്നു. ഗൾഫ് രാജ്യത്തെ ഭരണകുടുംബത്തിലെ അംഗമാണെന്നും സൗദിയിൽ താൻ സർക്കാർ പദവി വഹിക്കുന്ന ആളാണെന്നും അവകാശപ്പെട്ടായിരുന്നു യമനി വനിത ഇതിൽ ഇടപെട്ടത്. ബിസിനസ്സുകാരനെ കബളിപ്പിക്കാനും അവരുടെ അവകാശവാദങ്ങൾക്ക് ബലം നൽകാനും രാജകീയ ഉത്തരവ് ഉൾപ്പെടെയുള്ള വ്യാജരേഖകളും അംന മുഹമ്മദ് ബിസിനസ്സുകാരന് കൈമാറിയിരുന്നു. രാജ്യത്തെ കമ്പനികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും പൊതു പാർക്കിംഗ് റിസർവേഷനുകൾ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോം മസ്കറ്റ് മുനിസിപ്പാലിറ്റി അവതരിപ്പിച്ചു. ഇതോടെ റിസർവേഷനുകൾ നേടുന്നതും പുതുക്കുന്നതുമായ പ്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമമാകും. ആവശ്യമായ രേഖകൾ സഹിതം ഇതിൽ അപേക്ഷിച്ചാൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കും. ഫീസിന് വിധേയമായ പ്രദേശത്താണ് പാർക്കിംഗ് എങ്കിൽ ഓരോ പാർക്കിങ്ങിനും പ്രതിമാസം 50 റിയാലും, ഫീസിന് വിധേയമല്ലാത്ത പ്രദേശത്താണ് പാർക്കിംഗ് എങ്കിൽ പ്രതിമാസം 30 റിയാലുമാണ് ഫീസായി ഈടാക്കുക. ഇത് ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ പേപ്പർ വർക്കുകൾ കുറയ്ക്കാനും അംഗീകാരങ്ങൾ വേഗത്തിലാക്കാനും നഗരത്തിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്കും ഓർഗനൈസേഷനുകൾക്കും മൊത്തത്തിലുള്ള സേവന വിതരണം മെച്ചപ്പെടുത്താനുമാണ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത്. ഒമാനിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായും ഇതേ തുടർന്ന് നാളെ മുതൽ ബുധനാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു. ഭൂരിഭാഗം പ്രദേശങ്ങളിലും മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. തെക്കൻ ഷർക്കിയ, അൽവുസ്ത, ദോഫർ, മസ്കറ്റിന്റെ ചില പ്രദേശങ്ങൾ, അൽഹജർ പർവ്വതനിരകൾ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് പ്രളയബാധിത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലാണെന്നും ആളുകൾ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ഒമാനിലെ ഇന്ത്യൻ എംബസിയിൽ വിപുലമായ പരിപാടികളോടെ ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇന്ത്യക്കാരും ഒമാനികളുമായി 1000-ലധികം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. തുടർന്ന് ദേശീയ ഗാനാലാപത്തിന്റെ അകമ്പടിയോടെ എംബസി അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി.
കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയും സമൃദ്ധവുമായ ഭാവിയിലേക്കുമുള്ള കാഴ്ചപ്പാടും ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സന്ദേശം അംബാസിഡർ വായിച്ചു. അടുത്തിടെ വാദി കബീറിലുണ്ടായ വെടിവെപ്പിൽ മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾ എംബസിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പുതിയ നിബന്ധനകൾ ഗതാഗത അതോറിറ്റി ഏർപ്പെടുത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെയാണ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചത്. മുഴുവൻ സ്കൂൾ ബസ്സുകളിലെയും ഡ്രൈവർമാരുടെയും പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും ഗതാഗത സേവനങ്ങൾ നൽകുന്നതിനുമുള്ള റെഗുലേറ്ററി നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. 25 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം ഡ്രൈവർമാർ. ഐഡന്റിറ്റി കാർഡ് ഡ്രൈവർക്കുണ്ടായിരിക്കണം. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും വേണം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടാതെ അംഗീകൃത പ്രഥമ ശുശ്രൂഷ കോഴ്സ് പൂർത്തിയാക്കണം. ഗതാഗത അതോറിറ്റിയുടെ മെഡിക്കൽ പരിശോധന വിജയിക്കണം. പ്രൊഫഷണൽ യോഗ്യത ടെസ്റ്റും പാസ്സായിരിക്കണം. അതോറിറ്റി നിർണ്ണയിക്കുന്ന ഏതെങ്കിലും ടെസ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിംഗ് കോഴ്സുകൾ പൂർത്തിയാക്കണം എന്നിവയും നിബന്ധനകളാണ്. വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എല്ലാ ബസ്സുകൾക്കും സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അതോറിറ്റി ബാധ്യസ്ഥരാണ്. ബസ്സിൽ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. വെസൽ എന്ന കണക്റ്റിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ച ട്രാക്കിംഗ് ഉപകരണങ്ങളും ക്യാമറകളും സജ്ജീകരിച്ചിരിക്കണം. സ്കൂൾ ബസ് എന്ന അടയാളം ബസിന്റെ വശങ്ങളിലും പിറകിലും നൽകുകയും പ്രതിഫലിപ്പിക്കുന്ന നിറത്തിലായിരിക്കുകയും വേണം. സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സ്ഥിരം വാഹനങ്ങളെ ഉപയോഗിക്കണമെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. വാഹന നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദ്യാർത്ഥികളുടെ ഗതാഗതത്തിനായി നിയോഗിച്ചിട്ടുള്ള ബസ്സുകളിൽ നിരീക്ഷണം നടത്തുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. നിർബന്ധിത ബയോമെട്രിക് വിരലടയാളം രേഖപ്പെടുത്തുന്നതിലൂടെ കഴിഞ്ഞ മാസങ്ങളിൽ നൂറുകണക്കിന് നിയമവിരുദ്ധരായ പ്രവാസികളെ അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് അധികാരികളെ സഹായിച്ചതായി കുവൈറ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു. 2023 മെയ് മാസത്തിലാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും രാജ്യത്തിലേക്കുമുള്ള കര അതിർത്തികളിലും ഇലക്ട്രോണിക് രീതിയിൽ വിരലടയാളം രേഖപ്പെടുത്തുന്ന ബയോമെട്രിക് സംവിധാനം ആരംഭിച്ചത്. ഇതോടെ രാജ്യത്ത് നിയമവിരുദ്ധമായി തങ്ങുന്നവരും വിവിധ കേസുകളിൽ പോലീസ് തിരയുന്നവരുമായ ആളുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവാസികളാണ് പിടിയിലായതെന്ന് അൽ ഖബസ് പത്രം സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അറസ്റ്റിലായവരുടെ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിലില്ല. ഈ വർഷം ആദ്യം പ്രവാസികൾക്കും പൗരന്മാർക്കും ബയോമെട്രിക് വിരലടയാളത്തിന് വിധേയരാകുന്നതിനുള്ള സമയപരിധി കുവൈറ്റ് നീട്ടുകയും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു. നിലവിൽ കുവൈറ്റ് പൗരന്മാർക്ക് സെപ്റ്റംബർ 30 വരെയും പ്രവാസികൾക്ക് ഡിസംബർ 31 വരെയുമാണ് സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നത്. ബയോമെട്രിക് കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലും പൗരന്മാർക്കും വിദഗ്ധർക്കും ബയോമെട്രിക് രേഖപ്പെടുത്തുന്ന നടപടികൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനു വേണ്ടിയുമാണ് പ്രവാസികൾക്ക് കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ട് ഉത്തരവായത്. കുവൈറ്റിലെ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ റെസ്റ്റോറൻറ്റുകളിൽ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിൽപ്പന സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധന. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിലെ മുബാറക്കിയ ഇൻസ്പെക്ഷൻ സെന്റർ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ 12 ഭക്ഷ്യസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി അധികൃതർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ റിപ്പോർട്ട് ചെയ്തത്. ഗുരുതരമായ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് 12 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഇടയാക്കിയതെന്ന് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു. മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത മാംസത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും പ്രദർശനം ഇതിൽ ഉൾപ്പെടുന്നു. അവയുടെ സ്വാഭാവിക ഗുണങ്ങളായ നിറം, ആകൃതി, മണം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു എന്നിരിക്കെയാണ് വിൽപ്പനയ്ക്കായി വെച്ചതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കൂടാതെ പോഷകാഹാര ഘടകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളില്ലാത്ത സാധനങ്ങൾ, നിർമ്മാണ ഉറവിടം അജ്ഞാതമായ ഭക്ഷ്യവസ്തുക്കൾ, മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയുടെ വിൽപ്പനയും അടച്ചുപൂട്ടലിന് കാരണമായി. അതോറിറ്റിയുടെ ശരിയായ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഒരു സ്ഥാപനവും സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി.